ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായ സീഡ്ലിംഗ് അഡീനിയം ചെടികളെക്കുറിച്ചാണ്. പൂന്തോട്ട പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരു സസ്യമാണ് അഡീനിയം. അതിൽ തന്നെ സീഡിൽ നിന്നും വളർത്തുന്ന സീഡ്ലിംഗ് അഡീനിയങ്ങൾ ഓരോന്നും വ്യത്യസ്തമായ സൗന്ദര്യവും പ്രത്യേകതയുമുള്ളവയാണ്. അഡീനിയം സാധാരണയായി ഡിസേർട്ട് റോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ കുറച്ച് വെള്ളത്തിലും നന്നായി വളരാൻ കഴിയുന്ന ഒരു സക്കുലൻ ചെടിയാണിത്. കട്ടിയുള്ള തണ്ടും മനോഹരമായ പൂക്കളുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. വിത്തിൽ നിന്നും വളർത്തിയെടുത്ത അഡീനിയം ചെടികളെയാണ് സീഡ്ലിംഗ് അഡീനിയം എന്ന് വിളിക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഓരോ സീഡ്ലിംഗ് ചെടികളും തനതായ സ്വഭാവമുള്ളതായിരിക്കും. ഒരേ മാതൃചെടിയിൽ നിന്നും ലഭിച്ച വിത്തുകളാണെങ്കിലും പൂവിൻ്റെ നിറം, ഇതളുകളുടെ രൂപം, പൂവിൻ്റെ വലുപ്പം, ചെടിയുടെ വളർച്ച എന്നിവ വ്യത്യസ്തങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മാതൃസസ്യത്തിൻ്റെ അതേ നിറങ്ങളിലായിരിക്കണമെന്നില്ല ഈ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അവ വ്യത്യസ്തമായിരിക്കും. അഡീനിയത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ്. ദിവസവും കുറഞ്ഞതൊരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യകരമായ വളർച്ചയും പ്ലാന്റിന് ലഭിക്കുന്നതാണ്. ഇനി പോട്ടി മിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടി മിക്സ് ആണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് പോട്ടി മിക്സിലേക്ക് പെർലൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ തരിതരിയായിട്ടുള്ള കല്ല് പോലുള്ള മിശ്രിതങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചകിരിച്ചോറിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഈ ഒരു അഡീനിയം പ്ലാന്റ്സ്. ഫെർട്ടിലൈസറുകൾ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്ന സമയത്താണെങ്കിലും പൂർണ്ണമായി അത്യാവശ്യം ഉണക്കം, പോട്ടി മിക്സിന് അത്യാവശ്യം ഉണക്കം വന്നതിന് ശേഷം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ മഴക്കാലത്താണെങ്കിലൊക്കെ അമിതമായിട്ട് വെള്ളം കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മാസത്തിൽ ഒരു തവണ NPK വളങ്ങൾ നമുക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജൈവവള പ്രയോഗവും നടത്താവുന്നതാണ്. എന്നാൽ അമിതമായിട്ട് വളം കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. സീഡ്ലിംഗ് അഡീനിയത്തിൽ ചുവപ്പ്, പിങ്ക്, വെള്ള, മഞ്ഞ, ഓറഞ്ച്, ഡബിൾ ഷെയ്ഡുകൾ ഇങ്ങനെ പല നിറങ്ങളിലും പൂക്കൾ ലഭിക്കും. ചിലപ്പോൾ വളരെ അപൂർവമായ നിറങ്ങളും അതുപോലെ തന്നെ വിവിധ ഡിസൈനുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാഫ്റ്റഡ് അഡീനിയാണെങ്കിൽ നമുക്ക് പൂവിൻ്റെ നിറവും രൂപവും മുൻകൂട്ടി അറിയാൻ സാധിക്കും. എന്നാൽ സീഡ്ലിംഗ് അഡീനിയത്തിൽ പൂവിൻ്റെ നിറം നമുക്ക് വിരിഞ്ഞ ശേഷം മാത്രമാണ് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു സീഡ്ലിംഗ് അഡീനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ അഡീനിയം കളക്ട് ചെയ്യുന്നവരുടെ ഒരു ആവേശവും. കൂടാതെ സീഡ്ലിംഗ് അഡീനിയങ്ങൾക്ക് സ്വാഭാവികമായി രൂപം കൊള്ളുന്ന ശക്തമായ വേരുകളും കോഡക്സുകളും ഉണ്ടാകാറുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണിച്ചത് ഈ ഒരു മദർ പ്ലാന്റുകളുടെ പിക്കാണ്. ഇതാണ് നമ്മൾ അയച്ചു തരുന്ന സൈസ് കേട്ടോ. സീഡ്ലിംഗ് പ്ലാന്റുകൾ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. 10 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് മാത്രമാണ് ഈ അഡീനിയം പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് ട്രേകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് സീഡ്ലിംഗ് പ്ലാന്റുകളായതുകൊണ്ട് തന്നെ മിക്സ് വരാൻ സാധ്യത ഒരുപാടാണ്. അതുകൊണ്ട് കളേഴ്സ് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല. ഓരോ ഡിഫറെൻറ്റ് ട്രേയിൽ നിന്നാണ് 10 പ്ലാന്റ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഈ 10 പ്ലാന്റ്സ് കേരളത്തിൽ എവിടെയായാലും 499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കേരളത്തിൽ എവിടെയായാലും കൊറിയർ ചാർജ് ഇല്ലാതെ ഹോം ഡെലിവറി ആയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. പ്ലാന്റ് സൈസും പ്രൈസും എല്ലാം കണ്ട ശേഷം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ 5 പ്ലാന്റ് വെച്ചിട്ട് പേപ്പറിൽ റോൾ ചെയ്ത് ബോക്സ് ചെയ്തിട്ടാണ് അയക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു വൈറ്റ് ഷെയ്ഡിലുള്ളൊരു അടയാളം കാണാം. അതുവരെ മാത്രം നമ്മൾ പോട്ടി മിക്സ് ഇടാൻ പാടുള്ളൂ, മണ്ണിടാൻ പാടുള്ളൂ. അതിന് താഴേക്കാണ് മണ്ണിൻ്റെ അടിയിലേക്ക് നിൽക്കേണ്ടത്. ബാക്കി ഭാഗം മുകളിലേക്ക് തന്നെ നിർത്താനായിട്ടും ശ്രദ്ധിക്കണം. നല്ല സൂര്യപ്രകാശവും ശരിയായ മണ്ണും നിയന്ത്രിതമായ വെള്ളവും നൽകിയാൽ സീഡ്ലിംഗ് അഡീനിയങ്ങൾ വർഷങ്ങളോളം നിങ്ങളുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കും. ഓരോ ചെടിയും വ്യത്യസ്തമായ പൂക്കൾ സമ്മാനിക്കുന്നതിനാൽ ഇവ വളർത്തുന്നത് ഒരു മനോഹരമായ അനുഭവമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.